വെസ്റ്റ് ബാങ്കിൽ സന്ദർശനം നടത്തിയ 31 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ ഇസ്രായേൽ സേന വെടിവെച്ചു. നയതന്ത്ര പ്രതിനിധികൾ ഓടിയൊളിച്ചു. ലോക രാജ്യങ്ങളൊക്കെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. യുഎന്റെ ഐക്യരാഷ്ട്ര സഭയുടെ ഇതോടുകൂടി 31 രാജ്യങ്ങളിലെ അംബാസഡർമാര് അതുപോലെ ഉന്നതരായിട്ടുള്ള നയതന്ത്ര പ്രതിനിധികളാണ് അവിടെ വെസ്റ്റ് ബാങ്കിൽ അതുപോലെ ജനിൻ മേഖലയിൽ തെളിവെടുപ്പ് പോലെ ഒരു ജൂറി പോലെയാണ് വരുന്നത്. അവരതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നു. 31 രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം, അതുപോലെ ചൈന, റഷ്യ, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട്, EU, യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികൾ അടക്കമുള്ള, അതുപോലെ തന്നെ ജോർദൻ, ഈജിപ്ത് അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ 31 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ അവിടെ തെളിവെടുപ്പ് നടത്തി ആൾക്കാരെ കണ്ട് ഈ ഇസ്രായേലിന്റെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞതായിരിക്കണം അവരെ പ്രകോപിപ്പിച്ചത്. ഇവര് നേരെ ഇവരുടെ സംഘത്തിന് നേരെ വെടിവെച്ചു എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്തുകൂടെയൊക്കെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ട് അവർ ഓടി ഒളിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ആ തരത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. അതാത് രാജ്യങ്ങൾ അവിടുത്തെ ഇസ്രായേലി അംബാസഡർമാരെ വിളിച്ചു വരുത്തി ശ്വാസിക്കുക മാത്രമല്ല അതിശക്തമായിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി പത്രസമ്മേളനം തന്നെ മാർക്ക് കാർണി പത്രസമ്മേളനം വിളിച്ച് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവം മൂലം പോയിട്ടുണ്ട്. അതിനിടയിൽ ഗസയിൽ വ്യാപകമായ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു സ്കെയിൻ. അപ്പൊ ഈ ഇസ്രായേൽ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരതിന് പറഞ്ഞൊരു ന്യായം, ഇവർക്ക് ഞങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത തെളിവെടുപ്പിനുള്ള സ്ഥലമുണ്ട്, അതിൽ നിന്ന് അതിക്രമിച്ച് ജനിൻ മേഖലയിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇവർ പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ചത്. ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അവരോട് പോകാൻ പാടില്ല എന്ന് പറയാം, പക്ഷെ അവർക്ക് നേരെ വെടിവെച്ച് അവരെ ഓടിക്കുക എന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണെന്ന് അറിയില്ല. എന്തായാലും ഇസ്രായേൽ ഒരു കൈവിട്ട കളിക്ക് തയ്യാറാവുന്ന തരത്തിലാണ്. അപ്പൊ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയതുണ്ടായെന്ന് മാത്രമല്ല, ഇപ്പോൾ പാലസ്തീനിൽ ഭക്ഷണം ഇപ്പൊ ആകെ കടത്തിവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ 100 ട്രക്കുകളാണ് കടത്തിവിട്ടത്. ഒരു ദിവസം 600 ട്രക്ക് കടത്തിവിട്ടാലാണ് അത്യാവശ്യം ഭക്ഷണം കിട്ടുക. അത് 11 ആഴ്ചയോളം ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ കടത്തിവിട്ടിരിക്കുന്നതാണ് 100 ട്രക്കുകൾ. അതുകൊണ്ട് ഒന്നും ആവുന്നില്ല. ഈ കായലിൽ മറ്റേ കായം കലക്കിയ പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കടലിൽ കായം കലക്കിയ പോലെ, ആ അവസ്ഥയിലേക്ക് അത്രയും കുറച്ച് ഭക്ഷണമാണ് അവിടെ എത്തുന്നത്. പട്ടിണി മൂലം 326 പേര് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണമടഞ്ഞു. 14,000 കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴും പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഈ 100 ട്രക്ക് വന്നത് കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നറിയില്ല.